എടുക്കാൻ പോയപ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ഓർഡർ കിടക്കുന്നത് കൊണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി ക്യാമറ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇയാൾ ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് എന്നെ അകത്തോട്ട് പിടിച്ച് തെള്ളിയിട്ട് അതിനുശേഷം ഹസ്ബൻഡുമായിട്ട് അവിടെ ഭയങ്കര വഴക്കായിരുന്നു. സീരിയസ് വയൽ ചെയ്തു. എന്നിട്ട് ഇതുവരെ അയാളെ പിടിച്ചതുമില്ല, നമുക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടുമില്ല. നാത്തൂന്റെ ഭർത്താവിനെതിരെയാണ് കേസ് കൊടുത്തിട്ടിരിക്കുന്ന കേസാണ് ഗാർഹിക പീഡനത്തിന്. പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ വീട്ടില് ഞായറാഴ്ച രാത്രി ഒരു 12 മണി ആയപ്പോഴത്തേക്കും അവിടെ ഉത്സവമായിരുന്നു. ഉത്സവത്തിന്റെ അന്ന് രാത്രി പുള്ളിക്കാരൻ വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുകയും, അതുവഴി കാറിലാണ് പോയത്. കാറില് മോൻ തൊട്ട് ബാക്കി സ്കൂട്ടറിൽ വരുമായിരുന്നു. മോന് 17 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ സ്കൂട്ടർ ഓടിച്ചു വരുമായിരുന്നു. അവിടെ ഒരു പൂച്ച കുറുക്കിയാടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിയത്. അതിന്റെ പുറക്കെ വന്ന് ചെറുക്കൻ അണ്ണനെ ചീത്ത വിളിച്ചപ്പോഴത്തേക്കും അണ്ണൻ എന്താന്ന് ചോദിച്ചു, അങ്ങോട്ടും ചോദിച്ചു. തിരിച്ച് ഞാൻ ക്യാമറ എടുക്കാൻ പോയപ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ഓർഡർ കിടക്കുന്നത് കൊണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി ക്യാമറ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇയാൾ ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് എന്നെ അകത്തോട്ട് പിടിച്ച് തെള്ളിയിട്ട് അതിനുശേഷം ഹസ്ബൻഡുമായിട്ട് അവിടെ ഭയങ്കര വഴക്കായിരുന്നു. ചീത്തവിളിയായിരുന്നു, ബഹളമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് അകത്തിട്ട് പൂട്ടി. അതിനുശേഷം അമ്മായിയമ്മയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു അയാള്. അമ്മായിയമ്മ എങ്ങനെയെങ്കിലും അമ്മായിയമ്മ അയാളെ പറഞ്ഞു വിട്ട് അവസാനം അമ്മായിയമ്മ വീടിനകത്ത് കയറി. എന്റെ കൈക്ക് ഇത് നീരും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞാൻ നമ്മളെ ഹോളി ക്രോസിൽ കൊണ്ടുപോയി ചികിത്സ തേടുകയും ചെയ്തു. കേസ് കൊടുക്കുകയും ചെയ്തിട്ട് എനിക്ക് ഇതുവരെ അയാൾക്കെതിരെ FIR ഇട്ട് കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ഇതുവരെ അയാളെ പിടിച്ചതുമില്ല, നമുക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടുമില്ല. ദയവ് ചെയ്ത് ഇതിനെതിരെ കേസ് എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണം. നേരത്തെ ഇത് കിടക്കുന്നതാണ്, ഈ വിഷയം കിടക്കുന്നതാണ്. ഗാർഹിക പീഡനത്തിന് അയാൾക്ക് അവിടെ എന്റെ വീട്ടിനകത്ത് പോലും അയാൾക്ക് കയറിക്കൂടാത്തതാണ്. ഇത്രയും പ്രശ്നം അവിടെ വന്ന് അയാൾ ഈ ഉണ്ടാക്കിയിട്ട് പോയിട്ട് പോലീസുകാർ പോലും അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. എനിക്ക് അവിടെ ജീവിക്കേണ്ടത്. ആദ്യമേ ഒരു ട്രിപ്പ് അയാൾ വന്ന് എന്റെ കൊലകളൊക്കെ എല്ലാം കൂടെ കുത്തിപ്പിടിച്ചിട്ടാണ് ഞാൻ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തത്. എന്നിട്ടും വീണ്ടും വീണ്ടും ഈ പ്രശ്നം അയാൾ ഉണ്ടാക്കുകയാണ് വീണ്ടും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ? എന്നിട്ടും ഒരു സ്റ്റേഷനുകാർ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. അവരിപ്പോ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്ന ഇപ്പൊ അറസ്റ്റ് ചെയ്യും, പിന്നെ അറസ്റ്റ് ചെയ്യും. അയാൾ ഇപ്പോഴും ഒളിവിലാണ്. അയാളെ ഒന്ന് പിടിച്ചിട്ട് പോലും അവരില്ല. അതിലേക്കൂടെ പ്രൊട്ടക്ഷന് ഞങ്ങൾ അതിലേക്കൂടെ വരുന്നുണ്ട്, പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നൊക്കെയാ പറയുന്നത് പിടിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ കാണുന്നില്ല അതിലേക്കൂടെ ആര് വരുന്നത്. ഒരു പോലീസ് വണ്ടി പോലും അതിലേക്കൂടെ ഇതുവരെ വന്നിട്ടില്ല. ആ വീട്ടിലും ചെന്നിട്ടില്ല ഇതുവരെ അന്വേഷിച്ച്. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ചെന്നിട്ടുണ്ട്, ഞങ്ങൾ വരും, പിന്നെ അതിലേക്കൂടെ നടത്തുന്നുണ്ട് എന്നൊക്കെയാ അവര് പറയുന്നത്. പക്ഷെ അവിടെ ഒന്നും നടന്നിട്ടില്ല. ആരും വന്നിട്ടുമില്ല. ഒരു പോലീസുകാരും അവിടെ വന്നിട്ടില്ല. ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പിടിച്ചു താ, നിങ്ങൾ വിളിച്ചു പറ എന്നൊക്കെയാ അവര് പറയുന്നത്. ഞങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടു കൊടുക്കാനാ? അയാൾ എവിടെ പോയി? അയാളെ ഫോണ് സ്വിച്ച് ഓഫാ. അയാളെ ഭാര്യയും മക്കളും ഇന്നലെ വീട്ടിന്റെ വാതൊക്കെ വന്നിട്ട് എന്നെ കൂവുകയും എന്നെ ചീത്ത വിളിക്കുകയും അയാൾ അവരെ ഭർത്താവിനെ ഇത് ആക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അവളെ വന്ന് ഉണ്ടാക്കിയെന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. അവളെ വന്ന് നിന്നിട്ട് എനിക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ വയ്യ. വീടിന്റെ റോഡിൽ പോലും എനിക്ക് അവിടെ ജീവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അയാളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. അത് ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള SI എടുത്ത് ജിവിസാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. ഇതിന് വേണ്ടുള്ള ഒരു നടപടി എനിക്കിത് എത്രയും പെട്ടെന്ന് ഇതിന് ഉണ്ടാക്കി തരണം. അവന്റെ പേര് അവനെ അറസ്റ്റ് ചെയ്യണം. അത് താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്ന കാര്യമാണ്. എനിക്ക് അവിടെ ജീവിക്കണം. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എനിക്ക് അവിടെ എന്നും കൊന്ന് ഈ പ്രശ്നത്തിന് പോവാൻ എനിക്ക് വയ്യ. വസ്തു അവന് വേണം. അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് ആ വീടും വസ്തുവും അയാൾ എഴുതി മേടിച്ചായിരുന്നു. ആദ്യമേ ഭാര്യയുടെ പേരിൽ അച്ഛനെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു. എഴുതി വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇയാള് അമ്മായിയമ്മ അവിടെ കേട്ടത്തുമില്ലായിരുന്നു. വയസ്സായ അച്ഛനെ നോക്കത്തുമില്ലായിരുന്നു. അതിനുശേഷം അമ്മായിയമ്മ എടുത്ത് പറഞ്ഞ് ഞങ്ങളാ നോക്കാൻ ചെന്നത്. എനിക്കന്ന് 2.5 മാസം എന്റെ മോളെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഞാനും എന്റെ ഭർത്താവും കൂടെ ചെന്നാ നോക്കിയതും എടുത്തതും എല്ലാം. നോക്കിയിട്ട് അവസാനം അമ്മായിയമ്മ പറഞ്ഞു എന്റെ മോനാ വന്ന് നോക്കുന്നതും എടുക്കുന്നതും എല്ലാം എന്ന് പറഞ്ഞു. ഉടനെ നാത്തൂൻ